മൂന്ന് പേരും പല പല സ്ഥലങ്ങളിൽ ഇരുന്ന് ഒരേ കാര്യം ഭയങ്കര ഡിസ്കഷൻ. അതെന്താണെന്ന് ആൾക്കാരും കൂടെ അറിയട്ടെ, ഇല്ലല്ലേ? എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ കൂട്ടുനിൽക്കുന്നത്? സാറേ, ഞാൻ ആവശ്യമില്ലാത്ത ഒരു പണിക്കും കൂട്ടുന്നില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളങ്ങനെ മറ്റേ കുതന്ത്രം പ്ലാനിംഗ് ഒന്നുമില്ല. താനിപ്പോ പറയണ്ട, താൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ ചെല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ അവിടെ ഇരിക്കുന്ന ഇവർ മൂന്ന് പേരും കൂടെ മാറിയിരുന്ന്? ആണോ? തോന്നിയിട്ടുണ്ടല്ലേ? ഓക്കെ. ഒരാൾക്ക്, വേറെ ആർക്കും തോന്നിയിട്ടില്ല. അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. എനിക്ക് തോന്നിയതാണോ അല്ലെങ്കിൽ കാര്യം ഞാനൊരു കള്ളം പറഞ്ഞ പോലെ അല്ലേ, എനിക്ക് തോന്നിയതാണോ നിങ്ങൾക്കൂടെ കാണാം. ഇയാളത് എന്ത് ഭാവിച്ചാ? ആകെ കൊളാകുന്ന മട്ടുണ്ട്. സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോവാണോ? ഭയങ്കര ഒട്ടലാണല്ലോ. അല്ല, ഇവരുടെ പ്ലാനാണ്, സ്ട്രാറ്റജി ആയത്. പറ്റിയ ആളുടെ അടുത്ത് തന്നെ ഞാൻ വന്ന് പെട്ടത്. നമ്മളുടെ അവസാനമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടുത്തെ വലിയ കപ്പിൾ എന്നുള്ളത് അല്ല, പിന്നെ എൻ്റെ ഇന്നലെ പറഞ്ഞു ഇതാണ് ഈ സീസണിലെ ലവ് ട്രാക്ക് എന്ന്. പോട്ട് തൊല്ല കേസാണ്, വാളി പുള്ളരാണെന്ന് തോന്നുന്നു. ഇവള് പോണോടാ. ഒന്നെങ്കിൽ അവൻ പോകണമല്ലേ, അവൻ പോകണം. നല്ലതാണ്, അവൻ നല്ലൊരു കണ്ടസ്റ്റന്റ്. എൻ്റെ നോക്കാം. പക്ഷെ ഇവള് ഇങ്ങനെ അവനെ ആക്കരുത്. അവനെ ഒരു സാരിത്തുമ്പാക്കി കളഞ്ഞു. സന്തോഷമായി പഠിക്കണേട്ടാ, എനിക്ക് സന്തോഷമായി. അപ്പൊ ആര്യൻ ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. എനിക്കൊരു ബ്രദറിനെ പോലെയാണ്, അതുപോലെയാണ് ഞാൻ പെരുമാറിയിട്ടുള്ളൂ. അപ്പൊ പക്ഷേ ആര്യൻ എപ്പോഴും ജിസേലിന്റെ ഷാഡോ ആയി പോകുന്നു എന്നുള്ളത് ഒരു സംഭവം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന. അതിനിപ്പോ എന്തിനാ എന്നോട് ചൂടായി? അതിനിപ്പോ ഞാൻ എന്ത് തെറ്റായത്? എന്റെ ഫ്രണ്ട്ഷിപ്പ് എന്നതിൽ ഉപരി എന്തോ ഒരു കണക്ഷൻ അവർ തമ്മിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. അതിൽ എനിക്ക് പ്രശ്നമില്ല. ബട്ട് ഞാൻ നിങ്ങളിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. പല കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യുന്നു. പാത്രം കഴുകാനും തുണി കഴുകാനും. അവനെ അത് മൂടി പോകുന്നതിൽ വിഷമം മാത്രമേ ഉള്ളൂ നമുക്ക്. കാണുമ്പോ എനിക്ക് ഓക്കാനം വരുന്നു. ഇതാ ഇപ്പോഴത്തെ ഫാഷൻ.